ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇപ്പോ രേണുസുതി ആ ഒരു വാഷ്റൂം ഏരിയയിൽ ഇരുന്ന് കരയുകയായിരുന്നു. അപ്പൊ രേണുസുതി സ്വയം മിററിൽ നോക്കി പറയുവാണ്, ഞാൻ ആ പേരിന് അർഹയാണോ? ഞാൻ ആ പേരിന് അർഹയല്ല. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും ഞാൻ അവനോട് ക്ഷമിക്കത്തില്ല. എനിക്ക് 100 ദിവസം നിൽക്കണമെന്നോ കപ്പ് വേണമെന്നോ ഒന്നും ഒരു നിർബന്ധവുമില്ല. അതിനായിട്ടൊന്നും അല്ല ഞാൻ വന്നത്. എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ എൻ്റെ പേര് പറഞ്ഞ് എന്നെ ഹൗസിനുള്ളിലേക്ക് കയറ്റണം. അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. ഞാൻ അവനോട് എന്ത് ചെയ്താലും, അവൻ എന്ത് നല്ലത് ചെയ്താലും ഞാൻ അവനോട് ക്ഷമിക്കില്ല എന്നൊരു നിലപാടിലാണ് രേണുസുതി ഇപ്പോൾ. ബിഗ് ബോസ് അവരെ കഴിഞ്ഞ ദിവസം കൺഫെഷൻ റൂമിലൊക്കെ വിളിപ്പിച്ച് ഇത് പറഞ്ഞൊന്ന് സോൾവ് ആക്കാനും ഗെയിമുമായിട്ട് മുന്നോട്ട് പോകാനും മാക്സിമം ശ്രമിച്ചതാണ്. പക്ഷെ ഇത് രേണുസുതി ക്ഷമിക്കില്ല എന്നൊരു നിലപാടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എത്ര നാൾ രേണുവിന്റെ ഗെയിം ഈ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല. ബിഗ് ബോസ് ലെവലിലുള്ള ഒരു ഗെയിമോ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ ഒരു വാക്കി കയറി പിടിച്ച് എത്ര നാൾ ഇവരിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കണ്ടന്റുകൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അനീഷിനെ കണ്ടില്ലേ, വായുവിൽ നിന്നാണ് അനീഷ് കോണ്ടന്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് രേണുസുതി കഴിഞ്ഞ ആഴ്ച നടന്ന ആ ഒരു സെപ്റ്റിക് ടാങ്കും കേസും പിടിച്ചുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നത്, അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേണുസുതി മിക്കവാറും ഒന്നാമത് ഈ ഷോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി ആയിട്ട് തോന്നുന്നില്ല. അവരുടെ ഒരു രീതിയിലുള്ള ഒരു ഗെയിമും അവരവിടെ കാഴ്ചവെക്കുന്നത് നമ്മൾ കാണുന്നില്ല. ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതും ഈ ഷോയ്ക്ക് വേണ്ട ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലാത്തൊരു ലേഡി ആണെന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു 2 ആഴ്ച ലൈവ് കണ്ടതിൽ നിന്നും. പിന്നെ ഒരു വാക്കിന്റെ പേരിൽ ഇങ്ങനെ ഇതും പറഞ്ഞിരുന്ന് കരഞ്ഞ് അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഷോ ഒന്നും അല്ല ബിഗ് ബോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ